വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൊരു വ്യായാമമാണിത്. സമയമുള്ളപ്പോൾ ചെയ്യാറുള്ളൊരു സൈക്കിൾ സവാരി. ഇന്ന് വീട്ടിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കലാണ്. അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബാക്കുമ. അഷ്റഫ് ഖായാണ് പാചകക്കാരൻ. ഞങ്ങളുടെ അയൽക്കാരനാണ്, സ്വന്തക്കാരനാണ്. അഷ്റഫ് ഖാ രാവിലെ തന്നെ വന്ന് ഫുഡെല്ലാം പാചകം ചെയ്തു വച്ചു. അടുത്ത ജോലി പിന്നെ ഞങ്ങളുടെയാണ്. ഏകദേശം ഒരു 100 കണ്ടെയ്നറോളം പാക്ക് ചെയ്യണം. എല്ലാവരും കൂടി ഒരുമിച്ച് ഓരോ ദൗത്യം ഏറ്റെടുത്തു. പിന്നെ പെട്ടെന്ന് പാക്ക് ചെയ്തു. പാക്കിങ്ങിൻ്റെ ഇടയിൽ ഓരോരോ തമാശകളും പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളങ്ങനെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ 100 കണ്ടെയ്നർ പാക്ക് ചെയ്ത് കഴിയുകയും ചെയ്തു. ഈ തിരക്ക് നിറഞ്ഞ ജീവിതത്തിനിടയിൽ എല്ലാവരും ഒത്തുകൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും പ്രാരാബ്ധക്കാരാണ്. അതാത് ദിവസത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള ജോലികൾക്ക് പോകണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന കാലത്ത് മദ്രസയിലേക്ക് ചോറുമായിട്ട് നേരെ വരും. വന്നതിന് ശേഷം പ്ലേറ്റ് വിളമ്പി അവിടെ തന്നെ വെച്ച് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുമായിരുന്നു. ഇന്നെല്ലാം മാറി. വീട്ടിൽ നിന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോയി നേരെ കൊടുക്കുവാണ്. അതാവുമ്പോൾ കൊണ്ടുപോകുന്നവർക്ക് എളുപ്പമാണ്. പക്ഷെ കഴിക്കുന്ന കുട്ടികൾക്ക് എളുപ്പമാണോ എന്ന് അത് അവരോട് തന്നെ ചോദിക്കണം. മദ്രസയിൽ കൊണ്ടുപോയി വിളമ്പി കൊടുക്കുമ്പോൾ നമുക്ക് വയറ് നിറയുന്നത് വരെ വിളമ്പി തരും. പക്ഷേ കണ്ടെയ്നറിലാവുമ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം മതിയായില്ല എന്നൊന്നും അറിയാൻ കഴിയില്ല. എന്തായാലും നമ്മളും കാലത്തിനൊപ്പം തന്നെ സഞ്ചരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളും പാക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ച് പാക്ക് ചെയ്ത കണ്ടെയ്നറെല്ലാം എണ്ണി ചിട്ടപ്പെടുത്തി വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. പിന്നെ നേരെ പള്ളിയിലേക്ക്. പള്ളിയിൽ പിള്ളേരെ മദ്രസയിലെ പഠിത്തം കഴിയുന്നവരെ ഞങ്ങൾ അവിടെ കാത്തു നിന്നു. അതിനുശേഷം കുട്ടികൾക്കെല്ലാം ചോറ് കൊടുത്തു. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് പാട്ടത്തിന് കുറച്ച് റബ്ബർ മരങ്ങൾ എടുത്തിട്ടുണ്ട്, പാലിന് വേണ്ടിയിട്ട് മാത്രം. റബ്ബർ ടാപ്പിങ്ങിന് തടസ്സമായിട്ട് കുറച്ച് കാടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് വെട്ടിക്കളയാനായിട്ട് ഞങ്ങൾ സണ്ണിച്ചേരനെ ഏൽപ്പിച്ചു. അവിടുത്തെ സന്ദർശനത്തിന് ശേഷം പിന്നെ ഞാൻ പോയത് ഒരു കല്യാണ വീട്ടിലേക്കാണ്. കല്യാണം ഇവിടെ അടുത്തൊന്നുമല്ല, തൃശ്ശൂരായിരുന്നു. അപ്പോൾ തൃശ്ശൂരിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ബസ്സും ട്രെയിനുമാണ്. കാരണം വേറൊന്നുമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും ട്രെയിൻ നേരിട്ടൊന്ന് കാണാനും അതിലൊന്ന് കയറാനും ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. കൂടാത്തതിന് ശനിയാഴ്ചയാണ്. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിലായതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതമില്ലാത്ത ഒരു സ്ഥലമാണ് ഞങ്ങളുടെ നാട്. തിരക്കാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഈ യാത്രാമാർഗം തന്നെ സ്വീകരിച്ച് വേറൊന്നുമല്ല. ഇനി ഇതിന് വേണ്ടിയിട്ട്, ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സമയം തിരഞ്ഞെടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ യാത്ര കുറച്ച് ദൂരമാണെങ്കിൽ പോലും ട്രെയിനിൽ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പണ്ടത്തെ വില്ലന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടു. ഇന്നും ചുറുചുറുക്കോടെ അവരുടെ ജോലിയിൽ അവർ വ്യാപൃതരാണ്. റെയിൽവേ സ്റ്റേഷനിൽ എപ്പോൾ വന്നാലും ആദ്യം ഓർമ്മ വരുന്നത് വെട്ടം സിനിമയിലെ പാട്ടുകളാണ്. നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. അങ്ങനെ ട്രെയിനിൽ നിന്നും വീണ്ടും ബസ്സിലേക്ക് കല്യാണ വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് എങ്ങനെയോ ഞങ്ങൾ അങ്ങനെ അവസാനം കല്യാണ വീട്ടിലെത്തി. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു. അച്ചാറും സർലാസും എല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. അങ്ങനെ കല്യാണ ദിവസം രാവിലെ ഞങ്ങൾ കപ്പയും ഇറച്ചിയും തിന്നതിന് ശേഷം നാട് കാണാനായിട്ട് ഇറങ്ങി. പ്രകൃതി രമണീയമായ നാട്ടിടവഴി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത്രയ്ക്ക് മനോഹരമായ വഴിയായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് അമീൻ. അങ്ങനെ അമീനുമായിട്ട് ഞങ്ങളങ്ങനെ കറങ്ങാനിറങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ആകാശത്തിലൂടെ ഖത്തർ എന്ന് എഴുതിയിരിക്കുന്ന പേരുള്ള ഒരു പക്ഷി പറന്നു പോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലത്തെ സൂര്യപ്രകാശത്തിൻ്റെ ആ ഇളം ചൂടും നല്ല തണുത്ത കാറ്റുമെല്ലാം കൊണ്ട് അങ്ങനെ നടന്നു കുറേ നേരം. പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെയില്ല. പക്ഷേ കാണാത്ത ഒരു കാഴ്ചയൊക്കെ ആകുമ്പോൾ അതിനകത്ത് നമുക്ക് പുതുമയുണ്ടാവും. എത്രയൊക്കെ യാത്ര ചെയ്താലും നമ്മൾ കണ്ടു തീരാത്ത ഒരുപാട് കാഴ്ചകളുണ്ടാവും. ചെമ്മീൻകെട്ട് ഞങ്ങൾ അതിനിടയിൽ കണ്ടു. അത് ഞങ്ങൾക്കേറെ പുതുമയുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലില്ലാത്ത ഒരു സംഗതിയായിരുന്നു ഈ ചെമ്മീൻകെട്ട്. അങ്ങനെ ആ നാട്ടിടവഴികളിലൂടെ ഞങ്ങൾ കുറേ നടന്നു. ഓരോ കാഴ്ചകൾ കാണുന്നവരും ഞങ്ങളെല്ലാം ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറേ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. എന്തൊക്കെയോ പഴങ്ങളൊക്കെ അവിടെ പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ നല്ലതാണോ അല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. അതിനിടയിൽ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ വഴിയും കാഴ്ചയും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നതായിരുന്നു. തലേന്ന് നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് വഴിയിലെല്ലാം വെള്ളം ചെളിയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ യാത്രേനെ അത് ബാധിച്ചില്ല. തിരിച്ചു നടന്നപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് നടന്നു പോയി എന്നറിഞ്ഞത്. പച്ചവിരിച്ച തെങ്ങിൻ തോപ്പുകളും
അതിനിടയിലൂടെയുള്ള ചെറിയ തോടുകളും എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. കല്യാണം ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു. നിക്കാഹ് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. സമയം പോകാനായിട്ട് അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ നെറ്റ് ബ്രിഡ്ജ്. ഇവനാണ് മോനൂട്ടൻ. ഇവൻ തന്നെ വിളിക്കുന്നത് ഷറഫുദ്ദീൻ എന്നാണ്. പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. സ്വാദിഷ്ടമായ കുറേ ഭക്ഷണം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിക്ക് ബീച്ചിലൊന്ന് കയറണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ പോണ വഴിക്ക് ബീച്ചിലൊന്ന് കയറി. പക്ഷെ നിർഭാഗ്യവശാൽ നല്ല മഴയായിരുന്നു. മഴ പെയ്തതും തിരിച്ച് ഞങ്ങൾ ഓടി ഒരു കടയുടെ വരാന്തയിൽ കയറിയിരുന്നു. അങ്ങനെ മഴയെല്ലാം മാറിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ കടൽ തീരത്തേക്ക് നടന്നു. മഴയെ പേടിച്ച് തിരിച്ചു പോയ ഐസ്ക്രീംകാരൊക്കെ അപ്പോൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ വന്നാലും ഒട്ടും മടുക്കാത്തൊരു സ്ഥലമാണിത്. ഇവിടെയാണെങ്കിൽ സമയം പോകുന്നതും അറിയില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് യാത്രക്കാർ അവിടെ ഉണ്ടായിരുന്നു. കരയോട് ഇനിയും പരിഭവം പറഞ്ഞ് തീരാത്ത തിരമാലകൾ വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറയാനായിട്ട് കരയിലേക്ക് അടുക്കുന്നുണ്ടായിരുന്നു. ആ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ കുറേ നേരം നിന്നു.